നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡും FC ബാഴ്സലോണയും തമ്മിൽ ഇന്ന് ക്യാമ്പ് നൗവിൽ ഏറ്റുമുട്ടുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 12:30 കളി. കളിക്ക് മുന്നോടിയായിട്ട് രണ്ട് ടീമിൻ്റെ കോച്ചുമാരും വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഹൻസി ഫ്ലിക്ക് പറഞ്ഞത് അത്ലറ്റിക്കോ ഒരു ടഫ് ടീമാണ്, അവർക്ക് നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അവരുടെ ഇൻറ്റൻസിറ്റി അത് വളരെ മികച്ചതാണ്, ഫാൻറ്റാസ്റ്റിക് പ്ലെയേഴ്സ് ഉണ്ട്. സോ അവർക്കെതിരെ കളിക്കുമ്പോൾ എല്ലായ്പ്പോഴും കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഒരുപാട് ഇമോഷൻസ് ഈ രണ്ട് മത്സരങ്ങളിലും ഉണ്ടാകും. ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ പരമാവധി ശ്രമിക്കും. ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ കളിച്ച് മുന്നോട്ട് പോവുക, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. നന്നായിട്ട് പ്രസ് ചെയ്യണം, സ്പേസുകൾ കണ്ടെത്തണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫ്രം ദി സ്റ്റാർട്ട് ഞങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം. കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് എതിരാളികളെക്കുറിച്ച്. ഈ മാച്ച് കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ഇത് ചാമ്പ്യൻസ് ലീഗിലെ മത്സരമാണ്. എല്ലായ്പ്പോഴും ഏറ്റവും ബെസ്റ്റ് പുറത്തെടുത്ത് പറ്റൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ എല്ലാവരും ഇൻവോൾവ് ആയിക്കൊണ്ട്, ഡിഫൻസിലൊക്കെ എല്ലാവരും ഇൻവോൾവ് ആയിക്കൊണ്ട്, വെൽ പൊസിഷൻഡ് ആയിക്കൊണ്ട്, വെൽ സ്ട്രക്ചേർഡ് ആയിക്കൊണ്ട് കളിക്കുക എന്നുള്ളതാണ്. എനിക്കുള്ളൊരു ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ താരങ്ങളും ഫാൻസും തമ്മിലുള്ളൊരു കണക്ഷൻ വളരെ ഫാൻറ്റാസ്റ്റിക്കാണ്. അവരുടെ ആ ഒരു സപ്പോർട്ട് ഈ മത്സരത്തിൽ ഞങ്ങൾക്ക് വളരെയധികം ആവശ്യവുമാണ് എന്നുകൂടി ഇപ്പോൾ കോച്ച് ഹൻസി ഫ്ലിക്ക് പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം മറുഭാഗത്ത് വളരെ കൃത്യമായിട്ട് ഡിയേഗോ സിമിയോണി പറയുന്നു, ഈ ഒരു മത്സരം എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച പോരാട്ടമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇമ്പോർട്ടൻ്റ് റൈവൽസിനെതിരെയാണ് ഞങ്ങൾ കളിക്കുന്നത്. ഈ കളിയിൽ ഈ ഒരു കോമ്പറ്റീഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻ്റാണിത് ഞങ്ങൾക്ക്. ചാമ്പ്യൻസ് ലീഗ് എല്ലായ്പ്പോഴും കോംപ്ലക്സ് ആണ്. ബാഴ്സലോണയുടെ കേപ്പബിലിറ്റീസും അവരെത്രത്തോളം സ്ട്രോങ് ആണ് അവരുടെ ഹോമിലും എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. പക്ഷേ വി ആർ റെഡി ടു കോമ്പീറ്റ് ആൻഡ് വി ബിലീവ് വി ക്യാൻ ഹേർട്ട് ദം. ഞങ്ങളിവിടെ കോമ്പീറ്റ് ചെയ്യാൻ റെഡിയായിട്ട് വന്നിരിക്കുന്നു. അതുപോലെ അവരെ വേദനിപ്പിക്കാൻ കഴിയും, അവരെ തോൽപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഡിയേഗോ സിമിയോണി പറഞ്ഞു വെക്കുന്നത്. രണ്ട് ടീമിൻ്റെയും ലൈനപ്പ് എങ്ങനെയായിരിക്കും, നമ്മൾ സ്പോട്ടിൻ്റെ ഒരു പ്രഡിക്ഷൻ ഒന്ന് പങ്കുവെക്കുകയാണ്. ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഹൂൾസ് കൂണ്ടയും ലെവൻഡോസ്കിയും ഇന്ന് ബാഴ്സലോണയ്ക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗോൾ കീപ്പറായിട്ട് ജോയൻ ഗാർഷ്യ, ഡിഫൻസിൽ കുബാർസിയും ജെറാർഡ് മാർട്ടിനും, പിന്നെ ഇരുപാർശ്വങ്ങളിലായിട്ട് കൂണ്ടയും ജാവോ കൺസേലോയും, മധ്യനിരയിൽ എറിക് ഗാർഷ്യ, പെഡ്രി, ഫെർമിൻ, മുന്നേറ്റത്തിൽ ലാമിനെ യമാലും റാഷ്ഫോർഡും, ഇരുപാർശ്വങ്ങളിൽ ഗോളടിക്കാൻ റോബർട്ട് ലെവൻഡോസ്കി. ഈ രൂപത്തിൽ ബാഴ്സലോണ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ മറുഭാഗത്ത് ഗോൾ കീപ്പറായിട്ട് മുസ്സോ തന്നെ ഇറങ്ങിയേക്കും. അതുപോലെ ഡിഫൻസിൽ നോർമൻഡും അതുപോലെ ഹാൻകോയും ഉണ്ടാകും. പാർശ്വങ്ങളായിട്ട് മോളിനയും റുഗഴയും ഉണ്ടാകും. മധ്യനിരയിൽ ലൊറൻറ്റും കോക്കയും, പിന്നെ ഹുലിയാനോ സിമിയോണിയും ലൂക്മാനും ഉണ്ടായിരിക്കും. മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ഗ്രീസിയും ഹുലിയൻ ആൽവേരസും ചേർന്നുകൊണ്ട് ഗോളടിക്കാനുള്ള നീക്കങ്ങളും നടത്തും. ഇതാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ലറ്റിക്കോയുടെ ഒരു 11. എന്തായാലും നല്ലൊരു പോരാട്ടത്തിനുള്ള അരങ്ങൊരുങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം. ഈ രണ്ട് ടീമുകൾ ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഫോം ഗൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായ വ്യക്തമായ മുൻതൂക്കം FC ബാഴ്സലോണയ്ക്കുണ്ട്. അവസാനമായി കളിച്ച 5 കളികളിൽ ഒന്നുപോലും അവർ പൊട്ടിയിട്ടുമില്ല. 4 വിജയങ്ങൾ അവർ നേടിയിട്ടുണ്ട്. ഒരു സമനിലയുമാണ്. മറുഭാഗത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് 3 കളികൾ തോറ്റു, 2 കളി സമനില. ഈ ടീമുകളുടെ ഹെഡ് ടു ഹെഡ്, ചാമ്പ്യൻസ് ലീഗിലെ ഹെഡ് ടു ഹെഡ് ഒഫീഷ്യൽ UCL വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അത് പരിശോധിക്കുമ്പോൾ കാര്യം അത്ലറ്റിക്കോക്ക് അനുകൂലമാണെന്ന് പറയേണ്ടി വരും. നേരിയ ഒരു അഡ്വാൻറ്റേജ്. 2 കളികൾ അത്ലറ്റി വിജയിച്ചപ്പോൾ 1 കളി ബാഴ്സ വിജയിച്ചു, 1 കളി സമനിലയായി. 3 ഗോൾ ബാഴ്സ അടിച്ചപ്പോൾ 5 ഗോൾ അത്ലറ്റി അടിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ രാത്രിയിൽ ക്യാമ്പ് നൗവിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ബാഴ്സയ്ക്ക് കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അനുകൂലമാവണമെങ്കിൽ ഇന്ന് വിജയിച്ചേ പറ്റൂ. കാരണം റിട്ടേൺ ലെഗ് മെട്രോപൊളിറ്റനോയിലാണ്, കാര്യങ്ങൾ എളുപ്പമാവില്ല. കോപ്പ ഡെൽ റേയിൽ നമ്മളത് കണ്ടതാണ്. പക്ഷേ ഇക്കഴിഞ്ഞ ലലീഗയിൽ ബാഴ്സ തിരിച്ചടിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ കളിക്ക് വലിയ പ്രാധാന്യമുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.